മാഷിൻ്റെ സ്വന്തം അപ്പു. രചന സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 7. പിറ്റേന്ന് പതിവിലും വൈകിയാണ് സാവിത്രി ഉറക്കമുണർന്നത്. എന്നും രാവിലെ എഴുന്നേറ്റാൽ ഉടനെ കുളിച്ച് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് അടുക്കളയിൽ കയറി അമ്മ ഉണരുന്നതിന് മുൻപേ ചായയും ചേർത്ത് അരിയും അടുപ്പത്തിട്ട് കാപ്പിയും കൂടി ഉണ്ടാക്കി കഴിയും അവൾ. എല്ലാവർക്കുമുള്ള ചായയും എടുത്തുകൊണ്ടാണ് ഹാളിലേക്ക് വരുന്നത്. എന്നത്തെയും പോലെ അതിരാവിലെ ഉണർന്നെങ്കിലും സാവിത്രിക്ക് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ തോന്നിയില്ല. ഓരോന്നോർത്ത് ഏറെ നേരം അവൻ കിടന്നു. കതകിൽ മുട്ടുന്ന ഒച്ച കേട്ടാണ് അവൾ എഴുന്നേറ്റത്. അഴിഞ്ഞു കിടക്കുന്ന തലമുടി വാരി കെട്ടിവെച്ച് അവൾ കതക് തുറന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ഉറക്കച്ചവടോടു കൂടിയിരിക്കുന്നത് കണ്ടപ്പോൾ വനജയ്ക്ക് വല്ലാത്ത വേദന തോന്നി. കുഞ്ഞുനാൾ മുതലേ തന്നെ ഒരു കാര്യത്തിലും സാവിത്രി വാശി പിടിച്ചിട്ടില്ല. അവൾക്ക് എന്തും പറഞ്ഞ് ഒരിഷ്ടം പോലും ഉണ്ടായിരുന്നില്ല. അച്ഛനും അമ്മയും എന്ത് കൊടുത്താലും നിറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് അത് വാങ്ങിയിരുന്നത്. ഒരു കാര്യത്തിന് പോലും പരാതി പറഞ്ഞ് ഇന്ന് വരെ കേട്ടിട്ടില്ല. പക്ഷേ അങ്ങനെയുള്ള മകളുടെ മനസ്സിൽ ഇപ്പോൾ എന്തോ വലിയൊരു വിഷമമുണ്ടെന്ന് അമ്മയ്ക്ക് മനസ്സിലായി. അതെന്താണെന്ന് അവൾ തുറന്നു പറയാത്ത കാലത്തോളം ചോദിച്ച് വിഷമിപ്പിക്കേണ്ടെന്ന് അവർ തീരുമാനിച്ചു. അമ്മ കൊണ്ടുവന്ന് കൊടുത്ത ചായയും കയ്യിൽ വാങ്ങി സാവിത്രി ബെഡിലേക്കിരുന്നു. ചായ കുടിച്ച ഗ്ലാസ് മേശമേൽ വെച്ച് അവൾ വേഗത്തിൽ ഫ്രഷായി. സാവിത്രി കാഴ്ചയിൽ ഇരുണ്ട നിറമാണെങ്കിലും ഐശ്വര്യം തുറപ്പുന്ന മുഖമായിരുന്നു. നിരതെറ്റിയ പല്ലുകളാണെങ്കിലും അവളുടെ ചിരിക്ക് ഒരു പ്രത്യേക ചന്തമാണ്. എന്തോ ആലോചിച്ച് മനസ്സിൽ ഉറപ്പിച്ച പോലെ സാവിത്രി എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി. അലമാരിയിൽ നിന്നും ഒരു കോട്ടൺ സാരി എടുത്ത് ഭംഗിയായി ഉടുത്തു. മുഖത്തൽപ്പം പൗഡർ തേച്ചു. ഒരു കുഞ്ഞു പൊട്ടും എടുത്തു വെച്ച് മുടി നന്നായി തുവർത്തി 2 സൈഡിൽ നിന്നും കുറച്ചെടുത്ത് കുളിപ്പിന്നിൽ കെട്ടിവെച്ചു. വാനിറ്റി ബാഗ് കയ്യിലെടുത്ത് അവൾ പുറത്തേക്ക് ഇറങ്ങി. എന്നും സ്കൂട്ടിയിലാണ് പോകുന്നത്. പക്ഷേ ഇന്നെന്തോ പതിവ് തെറ്റിച്ചു. നേരെ നടന്ന് ബസ് സ്റ്റോപ്പിൽ ചെന്ന് നിന്നു. ജോലി കിട്ടിയ സമയത്തൊക്കെ സാവിത്രി ബസ്സിലാണ് സ്കൂളിൽ പോയിക്കൊണ്ടിരുന്നത്. പിന്നീട് കുട്ടികളുടെ തിരക്ക് കാരണം ഉന്തിയും തള്ളിയും പോകേണ്ടെന്ന് കരുതിയാണ് അവൾ സ്കൂട്ടിയിൽ പോകാൻ തുടങ്ങിയത്. ഏറെ നാളുകൾക്ക് ശേഷമാണ് ഇന്നവൾ വീണ്ടും ബസ്സിൽ പോകാൻ തീരുമാനിച്ചത്. സ്റ്റോപ്പിൽ കാത്തു നിന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും പാർത്ഥസാരഥി ബസ് സ്റ്റാൻഡിലേക്ക് വന്നു നിന്നു. അവൾ കുടമടക്കി ബാഗിനുള്ളിൽ വെച്ച് ബസ്സിലേക്ക് കയറി. എന്താ ടീച്ചറെ, ഇന്ന് വണ്ടി എടുത്തില്ലേ? ബസ്സിലെ കണ്ടക്ടർ രമേശൻ ചിരിച്ചുകൊണ്ട് സാവിത്രിയോട് ചോദിച്ചു. ഇല്ല ചേട്ടാ, ഇന്ന് ബസ്സിൽ പോകാമെന്ന് കരുതി. കുറേ നാളായി ഈ ബസ് യാത്ര മിസ് ചെയ്യുന്നു. സ്കൂൾ പഠിക്കൽ ഇറങ്ങാനുള്ള ടിക്കറ്റ് അടിച്ചു കൊടുത്തു രമേശൻ ബാക്കിയുള്ളവർക്ക് ടിക്കറ്റ് കൊടുക്കാനായി പോയി. സാവിത്രി ബസ്സിൻ്റെ സൈഡ് സീറ്റിലേക്ക് ചാരിയിരുന്ന് കണ്ണുകൾ അടച്ചു. FM റേഡിയോയിലൂടെ ഒഴുകി വന്ന പാട്ടിലേക്ക് അവൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഓരോ വരികളിലും അവളെ ചിന്തയിലേക്ക് ചുഴറ്റിയെറിയുവാൻ പാകത്തിനുള്ളവയായിരുന്നു. നന്ദൻ മാഷിനെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ ഹൃദയം പൊടിഞ്ഞ് ചോര വാർന്നൊഴുകുന്ന പോലെ തോന്നി സാവിത്രിക്ക്. ആ മുഖം കാണുമ്പോൾ കിട്ടുന്ന സന്തോഷവും സമാധാനവും കുറച്ചല്ലായിരുന്നു. ജീവിതത്തിൽ ഇന്ന് വരെ ഒന്നും ആഗ്രഹിച്ചിട്ടില്ല. ആദ്യമായി വേണമെന്ന് ആഗ്രഹിച്ച് മനസ്സ് വാശി പിടിക്കുന്നത് മാഷിന് വേണ്ടി മാത്രമാണ്. പക്ഷേ ആ ഭാഗത്തു നിന്നും ഒരു നോട്ടമോ പരിഗണനയോ ഒന്നുമില്ല. എന്നിട്ടും അവിടേക്ക് തന്നെ ചായുകയാണ് മനസ്സ്. ഇന്ന് എന്തായാലും മാഷിനോട് മനസ്സ് തുറന്ന് സംസാരിക്കണം. ആ മനസ്സിൽ മറ്റാർക്കെങ്കിലും സ്ഥാനം കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിക്കണം. സ്റ്റോപ്പിലെത്തുമ്പോൾ കണ്ണുകൾ നന്ദൻ്റെ ബൈക്കിരിക്കുന്ന ഭാഗത്തേക്ക് പോയി. ഇല്ല, അവിടം ശൂന്യമാണ്. പെട്ടെന്ന് മനസ്സിൽ കാർമേഘം വന്ന് മൂടി. സ്റ്റാഫ് റൂമിലേക്ക് നടക്കുമ്പോൾ കുട്ടികൾ മോർണിംഗ് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ആരെയും വിഷ് ചെയ്യാൻ കഴിഞ്ഞില്ല. പലപ്പോഴും ശ്രദ്ധ പാളിപ്പോകുന്നു. സ്റ്റാഫ് റൂമിലെത്തുമ്പോൾ ജലജ ടീച്ചറും സുധാകരൻ സാറും ഇരിക്കുന്നു. വിഷ്ണുവും നന്ദനും ഇതുവരെ എത്തിയിട്ടില്ല. ജലജ ടീച്ചർ സാവിത്രി ടീച്ചറെ തന്നെ നോക്കി. ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി ആളിവിടെ എങ്ങുമല്ല. മനസ്സിലെന്തോ തിളച്ചു മറിയുന്നുണ്ട്. അത് മുഖം കാണുമ്പോൾ അറിയാം. ജലജ ടീച്ചറിൻ്റെ അടുത്തിരുന്നിട്ടും ആ മുഖത്തേക്കൊന്ന് നോക്കാൻ പോലും കഴിഞ്ഞില്ല. നോക്കിയാൽ ചിലപ്പോൾ മനസ്സിൽ ഒളിപ്പിച്ചിരിക്കുന്നത് ടീച്ചർ കണ്ടുപിടിച്ചാലോ എന്ന് ഭയന്നിട്ടാണ് അവർക്ക് മുഖം കൊടുക്കാതിരിക്കുന്നത്. ബെല്ലടിക്കുന്നതിന് തൊട്ട് മുൻപായി വിഷ്ണുവും നന്ദനും സ്റ്റാഫ് റൂമിലേക്ക് കയറി വന്നു. നന്ദനെ കണ്ടപ്പോൾ സാവിത്രിയുടെ മുഖം വിടർന്നു. ജലജ ടീച്ചർ അത് ശ്രദ്ധിക്കുകയും ചെയ്തു. ഫസ്റ്റ് ബെല്ലടിച്ചതും എല്ലാവരും സ്റ്റാഫ് റൂമിൽ നിന്നിറങ്ങി. സാവിത്രി ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും ജലജ ടീച്ചർ കൈകളിൽ പിടുത്തമിട്ടിരുന്നു. എന്താണ് ഈ ഒളിച്ചുകളിയുടെ അർത്ഥം? എനിക്കറിയണം. ഈ മനസ്സിലുള്ളത് ഞാൻ കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ എനിക്ക് മുഖം തരാതെ ഇരിക്കുന്നത്? ജലജയുടെ നേർക്ക് നോക്കുമ്പോൾ സാവിത്രിയുടെ കണ്ണുകൾ നിറഞ്ഞു തുടങ്ങിയിരുന്നു. എന്താ ടീച്ചറെ, എന്താ ഇത്രയും സങ്കടം? ടീച്ചർ സ്കൂളിൽ ജോയിൻ ചെയ്തത് മുതൽ ഒരു ഇളയ സഹോദരിയോടുള്ള സ്നേഹമാണ് എനിക്ക് നിന്നോട്. എന്താണെങ്കിലും എന്നോട് പറയൂ. നന്ദൻ മാഷല്ലേ ടീച്ചറിൻ്റെ പ്രശ്നം? അത്രയും ആയപ്പോഴേക്കും
സാവിത്രി ജലജയുടെ കൈകളിൽ അമർത്തിപ്പിടിച്ചു. എനിക്ക് മാഷിനെ ഒരുപാട് ഇഷ്ടമാണ് ടീച്ചറെ. പക്ഷേ ഇതുവരെ ആ മുഖത്ത് നോക്കി പറയാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. എൻ്റെ മനസ്സിലുള്ളത് മാഷിന് അറിയാമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ടാണ് മാഷ് എന്നെ ഒഴിവാക്കി നടക്കുന്നത്. ടീച്ചർക്ക് മാഷിനോട് ഒന്ന് തുറന്ന് സംസാരിച്ചുകൂടെ? എങ്കിൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. മാഷിനോട് സംസാരിക്കണമെന്ന് കരുതി തന്നെയാണ് ഞാനിന്ന് വന്നത്. പക്ഷേ മാഷിൻ്റെ മുഖം കാണുമ്പോൾ എനിക്കൊന്നും സംസാരിക്കാൻ കഴിയുന്നില്ല. ഞാൻ പറയുന്നത് കേട്ട് കഴിഞ്ഞ് നോ എന്നാണ് പറയുന്നതെങ്കിൽ എനിക്കത് സഹിക്കാൻ കഴിയില്ല. ഞാൻ തളർന്നു പോകും ടീച്ചർ. സ്നേഹം ഒരിക്കലും നമുക്ക് ആരിൽ നിന്നും പിടിച്ചു വാങ്ങാൻ കഴിയില്ല ടീച്ചറെ. അത് നമുക്ക് വിധിച്ചിട്ടുള്ളതാണെങ്കിൽ ഉറപ്പായും നമ്മളെ തേടി എത്തുക തന്നെ ചെയ്യും. എന്തായാലും ടീച്ചർ മാഷിനോട് എല്ലാ കാര്യങ്ങളും ഒന്ന് തുറന്ന് സംസാരിക്കുക. അപ്പോൾ തന്നെ പകുതി ആശ്വാസം കിട്ടും. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരിക്കുമ്പോഴാണ് ഭാർഗവൻ ആ കാര്യം സൗദാമിനിയുമായി പങ്കുവെച്ചത്. എടോ സൗദേ, പണ്ട് മുതൽ ജോലി ചെയ്തിരുന്ന സ്ഥലത്തെ ഒരു മാഷിനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുള്ളത് താൻ ഓർക്കുന്നുണ്ടോ? ഏത്, വിശ്വംഭരം മാഷോ? ആ, അത് തന്നെ. അപ്പോൾ തനിക്ക് ഓർമ്മയുണ്ട്. എന്താ ഇപ്പോൾ മാഷിനെക്കുറിച്ച് പറയാൻ? ഞാൻ ഇന്നലെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് മാഷിനെ കണ്ടിരുന്നു. മാഷിപ്പോൾ ഇവിടെയുണ്ട്. ട്യൂട്ടോറി കോളേജിൻ്റെ 2 ഫർലോങ് മാറിയുള്ള വീട് അവർ വാങ്ങിച്ചു. മാഷും ഭാര്യ രമണിയും പിന്നെ മകൾ വരലക്ഷ്മിയും. ഭാർഗവേട്ടൻ ആ കൊച്ചിനെ കണ്ടോ? കുഞ്ഞിലേ നല്ല സുന്ദരിയായിരുന്നു. അതുപോലെ ഒരു മോളെ ഞാനും കൊതിച്ചതാ. പക്ഷെ നന്ദ ഉണ്ടായി കഴിഞ്ഞപ്പോൾ പിന്നെ യൂട്രസ് റിമൂവ് ചെയ്തില്ലേ? അല്ലേൽ ഒരു കുഞ്ഞു കൂടി ഞാൻ കൊതിച്ചിട്ടുണ്ട്. ഇനി താൻ അതോർത്ത് സങ്കടപ്പെടേണ്ട. ഒരു മോൾ ഉറപ്പായും വന്നു കയറും, നമ്മുടെ മകൻ്റെ ഭാര്യയായി. ആ കുട്ടിയെ താൻ അന്ന് മോളെപ്പോലെ സ്നേഹിച്ചാൽ മതിയടോ. ഞാൻ പറയാൻ വന്ന കാര്യം മറന്നു. അന്ന് വിശ്വംഭരനെ സൂപ്പർ മാർക്കറ്റിൽ വെച്ച് കണ്ടപ്പോൾ നന്ദൻ്റെ കാര്യമൊക്കെ ചോദിച്ചു. ഹയർ സെക്കൻഡറി അധ്യാപകനാണെന്നുള്ള കാര്യമൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോഴാണ് അയാൾ ഇങ്ങനെ ഒരു ആലോചനയുടെ കാര്യം എടുത്തിടുന്നത്. വരലക്ഷ്മിക്ക് ഇവിടെ അടുത്തുള്ള സഹകരണ ബാങ്കിൽ മാനേജരായി ജോലി കിട്ടി. അവരിപ്പോൾ സ്ഥലം മാറി ഇവിടേക്ക് വരാൻ തന്നെ കാരണം അതാണ്. എന്താടോ, തനിക്ക് ഇഷ്ടമാണോ? എങ്കിൽ നമുക്ക് ഈ ആലോചനയുമായി മുന്നോട്ട് പോകാം. അതിന് നമുക്ക് മാത്രം ഇഷ്ടപ്പെട്ടാൽ മതിയോ? നന്ദൻ്റെ മനസ്സിലെന്താണെന്ന് നമുക്കറിയില്ലല്ലോ. ഞാനും വിശ്വംഭരനോട് അതാണ് പറഞ്ഞത്. കുട്ടിയുടെ മനസ്സിലെന്താണെന്ന് നമുക്കറിയില്ലല്ലോ എന്ന്. എന്തായാലും അവർ എല്ലാവരും കൂടി ഒരു ദിവസം ഇവിടെ വരും. ഞാൻ പറഞ്ഞു അത് നന്ദനുള്ളപ്പോൾ ആയാൽ നന്നായിരിക്കുമെന്ന്. എന്തായാലും ഭാർഗവനോട് ഞാനൊരു കാര്യം പറയാം. അവൻ ഇഷ്ടമാണെങ്കിൽ അവൻ കൈപിടിച്ച് കൊണ്ടുവരുന്ന ഏത് പെണ്ണിനെയും ഞാൻ സ്വീകരിക്കും. അവൻ്റെ ഇഷ്ടമില്ലാത്ത ഒരു കാര്യത്തിലും നമ്മൾ എടുത്തു ചാടാൻ പാടില്ല. ആണും പെണ്ണുമായിട്ട് ദൈവം നമുക്ക് ഒരാളെ തന്നുള്ളൂ. അതെന്താടാ അങ്ങനെ ഒരു പറച്ചിൽ? അവൻ്റെ ഇഷ്ടം തന്നെയാണ് എനിക്കും പ്രധാനം. അന്ന് എല്ലാവർക്കും തിരക്ക് പിടിച്ച ദിവസമായിരുന്നു. സാവിത്രി ടീച്ചർ പലതവണ ശ്രമിച്ചുവെങ്കിലും നന്ദമാഷിനെ ഒറ്റയ്ക്ക് സംസാരിക്കാനുള്ള അവസരം കിട്ടിയില്ല. ലാസ്റ്റ് അവർ ക്ലാസ് കഴിഞ്ഞ് നന്ദൻ സ്കൂൾ വിടുന്നത് നോക്കി നിന്നു. ദൂരെ നിന്ന് അപ്പു നടന്നു വരുന്നത് കണ്ട് നന്ദൻ അവളുടെ അടുത്തേക്ക് ചെന്നു. ഇന്നെന്താ അപ്പു, കൂട്ടുകാരി വന്നില്ലേ? ഒറ്റയ്ക്കാണോ? അതേ മാഷേ, ഞാനിന്ന് ഒറ്റയ്ക്കാണ്. ഞാൻ നിന്നെ കാത്തു നിന്ന്. ഇന്ന് വൈകുന്നേരം ക്ലാസ് എടുക്കാൻ ഞാൻ ഉണ്ടാവില്ല. എനിക്ക് അത്യാവശ്യമായി ഒന്ന് പുറത്തു പോകണം. വിഷ്ണുവിൻ്റെ ഒപ്പമാണ് പോകുന്നത്. ഞാൻ ഉണ്ണിത്താൻ മാഷിനെ വിളിച്ച് അവധി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് ഒരുപാട് ലേറ്റ് ആകുമെങ്കിൽ അച്ഛനോടോ അനീഷിനോടോ വിളിക്കാൻ വരാൻ പറയണം. ഒറ്റയ്ക്ക് പോകണ്ട. നന്ദേട്ടൻ ഇത്ര തിരക്ക് എവിടെയാ? എവിടെ പോവാ? എൻ്റെ അപ്പു, നീ ഇങ്ങനെ മുഖം വീർപ്പിക്കല്ലേ. അത്യാവശ്യം ഉള്ളത് കൊണ്ടല്ലേ മോളെ, അല്ലെങ്കിൽ ഞാൻ വരാതിരിക്കുമോ? സ്കൂൾ കോമ്പൗണ്ട് ആണെന്ന് പോലും നോക്കാതെ പെണ്ണ് ചെണുങ്ങാൻ തുടങ്ങി. ഞാൻ നോക്കട്ടെ, നേരത്തെ വരികയാണെങ്കിൽ ഉറപ്പായി നിന്നെയും കാത്ത് നമ്മുടെ പീഡികത്തിണ്ണയിൽ കാണും. ഞാൻ എങ്ങനെ അറിയും മാഷ് വരുമോ ഇല്ലയോ എന്ന്? എന്നാൽ നീ ആരോടും വിളിക്കാൻ വരാൻ പറയണ്ട. ക്ലാസ് കഴിയുമ്പോഴേക്കും ഞാൻ അവിടെ വന്ന് നിന്നെ കൂട്ടിപ്പോകാം. പെണ്ണിൻ്റെ മുഖം വിടരുന്നത് കണ്ടതും നന്ദൻ്റെ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു. കഴിഞ്ഞില്ലേ? വാ പോകാം. ഇപ്പോഴേ പോയാലേ നേരത്തെ വരാൻ